Again, welcome back for previous year question paper discussion. Today we are dealing with data interpretation set 1. Data interpretation set 1 question paper ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay, question: consider the data in the given table and answer the question that follow. The following table is on the expenditure of institution in lakh rupees per annum or the given years. ഓക്കെ, നമുക്ക് 5 ഇയേഴ്സ് തന്നിട്ടുണ്ട്. 2015 to 2019. ഈ 2015 to 2019 ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ചെലവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ലാക്ക് റുപ്പീസിൽ നമുക്ക് ടാബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, സാലറി ഓഫ് ദ സ്റ്റാഫ്, ട്രാൻസ്പോർട്ട്, ബോണസ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഈ ഒരു മേഖലയിലൊക്കെയാണ് എക്സ്പെൻഡിച്ചർ ചെലവായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the total amount of bonus paid by the institution during the given period is approximately what percentage of the total amount of salary paid during this period? ഓക്കെ, ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ബോണസ് പെയ്ഡ് ചെയ്തത് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സാലറി ഓഫ് ദിസ് ഡ്യൂറിങ് ദിസ് പീരിയഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ 5 വർഷമായിട്ട് അവർ കൊടുത്തിട്ടുള്ള ബോണസ് 5 വർഷമായിട്ട് കൊടുത്തിട്ടുള്ള സാലറിയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാനുള്ളത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വിച്ച് ഈസ് ഈക്വൽ ടു total bonus, okay, total bonus upon total salary, okay, upon total salary into 100. ഇതാണ് നമ്മൾക്ക് കാണേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ബോണസ് കാണണം, ദെൻ ടോട്ടൽ സാലറി കാണണം. ഇത് തന്നെ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബോണസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ബോണസ് കൊടുത്തിട്ടുണ്ട്. ഈ ബോണസിൻ്റെ ഒക്കെ സം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 3 പ്ലസ് 2.52 പ്ലസ് 3.84 പ്ലസ് 3.68 പ്ലസ് 3.96. ഓക്കെ, ഇതൊക്കെ പാട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 17 എന്ന് കിട്ടും, 17 ലാക്ക്. അപ്പോൾ ടോട്ടൽ 5 ഇയേഴ്സിൽ 17 ലാക്കാണ് ബോണസിന് വേണ്ടി പെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ സാലറി ഓഫ് സ്റ്റാഫ് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1710 എന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ സാലറി ഓഫ് ദ സ്റ്റാഫ്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ടോട്ടൽ ബോണസ് വിച്ച് ഈസ് ഈക്വൽ ടു 17 ലാക്ക് അപ്പോൺ ടോട്ടൽ സാലറി ദാറ്റ് ഈസ് 1710 ഇൻറ്റു 100. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? 1% എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ ഡി. Okay, then next question: the total expenditure of the institution on this item during the year of 2017. ഓക്കെ, 2017 മാത്രമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര ചെലവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് 2017 ഇതാണ് 2017. ഓക്കെ, 2017 എക്സ്പെൻഡിച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 324 പ്ലസ് 101 പ്ലസ് 3.84 പ്ലസ് 41.6 പ്ലസ് 74 ഇതൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 2017 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 324 പ്ലസ് 101 പ്ലസ് 3.84 പ്ലസ് 41.6 ദെൻ 74. ഓക്കെ, ഈ 5 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും. ഇറ്റ് ഈസ് ഫോർ ഹിയർ 4 again here 4 and 4 and 5 plus 4 3 plus 4 plus 1. okay, that is 544.44 കിട്ടും നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ our option is option C. And next question: total expenditure on all these item in 2015 was approximately what percentage of total expenditure in 2019? സോ our question ക്ലിയർ ആണ്. 2015 ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2019 എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻ 2015 upon expenditure in 2019 into 100 ആണ് നമ്മളുടെ ഇക്വേഷൻ. സോ ഇനീഷ്യലി നമുക്ക് എക്സ്പെൻഡിച്ചർ ഓൺ 2015 കാണണം, ദെൻ 2019 കാണണം. ഓക്കെ, സോ 2015 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2015 ഈ എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ 2015 നമുക്ക് 495.4 എന്ന് കിട്ടും. ദെൻ 2019 വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാല്യൂസൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2019 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വിച്ച് ഈസ് 585.36 കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്യുക 2000 എക്സ്പെൻഡിച്ചർ ഇൻ 2015 വിച്ച് ഈസ് 495.4
ദെൻ എക്സ്പെൻഡിച്ചർ ഇൻ 2019 2019 ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 585.36 ഇൻറ്റു 100. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 84.63%. Okay, so our option is option A. Okay, then next question, what is the average amount of interest per year that the institution had to pay? Okay, average interest amount എത്രയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഈസ് ഈക്വൽ ടു average which is equal to total value upon number of observation. Number of observation. ഇവിടെ 5 ഇയേഴ്സിലെ എക്സ്പെൻഡിച്ചർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 5 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് നമ്മൾ കാണണം. 5 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിയർ 3 and 3 which is 18 183.3 എന്ന് കിട്ടും. 183.3 ആണ് നമ്മുടെ ടോട്ടൽ വാല്യൂ. സോ ദെൻ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു 183.3 upon ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് 5 ഇയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5, സോ വിച്ച് ഈസ് ഈക്വൽ ടു 36.66. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി 36.66. The next question, the ratio between expenditure on tax for the year 2016 and 2018 is approximately. ഓക്കെ, അതായത് ടാക്സിനും വേണ്ടിയിട്ട് 2016-ലും 2018-ലും ചെലവഴിച്ചിട്ടുള്ളതിൻ്റെ റേഷ്യോ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദെൻ 2016 ഇതാണ്. 2016-ലെ ടാക്സിന് വേണ്ടിയിട്ട് 108 lakh rupees ആണ് ചിലവാക്കിയിട്ടുള്ളത്. ദെൻ 2018-ൽ അതെത്രയാണ്? 88 lakh ആണ്. സോ 2016 ഈസ് ടു 2018 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2016 വിച്ച് ഈസ് ഈക്വൽ ടു 108 lakhs ഈസ് ടു ആൻഡ് ഹിയർ 88 lakhs. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 54 and 44. അഗെയിൻ നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ 27 ഈസ് ടു 22. Okay, which is in our option, which is option B. Option B is our answer, that is 27 is to 22. 27 is to 22 ആണ് നമ്മളുടെ option B. Okay, then data interpretation next set 2. Question, based on the data in the table, answer the question that follow. The following table embodies the detail about the student of the different department A, B, C in a university of for participating in the blood donation camp. Okay, blood donation campil പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എ ബി സി എന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. പാർട്ടിസിപ്പേഷൻ ഇൻ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഡാറ്റ ഔട്ട് ഓഫ് ദ ടോട്ടൽ ബ്ലഡ് ഡൊണേഴ്സ്. ഓക്കെ, ടോട്ടൽ ബ്ലഡ് ഡൊണേഴ്സിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് തന്നിട്ടുണ്ട്, അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് ഗേൾസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് ബോയ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. What is the ratio of the number of blood donors in the department A compared to number of blood donors in B? Okay, ചോദിച്ചിട്ടുള്ള റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് എ കമ്പയർ ടു നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എയിലെയും ഡിപ്പാർട്ട്മെന്റ് ബിയിലെയും ബ്ലഡ് ഡൊണേഴ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് കാണാം. രണ്ട് ഡിപ്പാർട്ട്മെന്റിലെയും ബിയിലെയും ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് കാണാം, ബ്ലഡ് ഡൊണേഴ്സിനെ കാണാം. ഓക്കെ, അപ്പോൾ എയിൽ നമുക്ക് നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് ബോയ്സ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 48 ആണ്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് ഗേൾസ് തന്നിട്ടുണ്ട്, ഇത് 40% ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ 40% ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 60% എന്താണ്? ബോയ്സ് ആണ് വരിക. 40% ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് 60% ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് പേഴ്സൺസിൽ ആരാണ് വരിക? ബോയ്സ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ 48 എന്ന് പറഞ്ഞത് 60% ഓഫ് ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ്സിൻ്റെ 60% ആണ് ആര്? ദിസ് 48. സോ 60/100 ഇൻറ്റു ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ്സിനെ ഞാൻ ഒരു എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 48. സോ
total blood donates which is equal to 48 into 100 by 60. So which is equal to total blood donates which is equal to, here 0 0 cancel, 4 in 48 8, so x which is equal to 80. So total blood donates in A, department A, which is equal to 80. Similarly നമ്മൾ ബിയുടെ ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ്സ് കാണണം. ഓക്കെ, ഇവിടെ 50% ശ്രദ്ധിക്കുക, ഇതാണ് ബി. ബിയിൽ 50% ഓഫ് ബ്ലഡ് ഡൊണേറ്റ്സ് വിച്ച് ഈസ് ഗേൾസ് ആണ്. അതായത് 50% പെൺകുട്ടികളാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള റിമൈനിങ് 50% ആരാണ്? ബോയ്സ് ആണ് വരിക. അവരുടെ നമ്പർ നമുക്ക് 75 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 50% ഓഫ് ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ്സ്. ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റേഴ്സ്, that is total blood donators which is equal to 75. So 50 by 100 into total blood donors in B XB എന്ന് എടുത്തു കഴിഞ്ഞാൽ which is equal to 75. Then XB which is equal to 75 into 100 by 50, 0 0 cancel, then 75, so that is 150. Okay, so which is equal to 150. So നമ്മുടെ ചോദ്യം, what is the ratio of number of blood donates in department A to B? So നമുക്ക് കാണേണ്ട റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XA is to XB ആണ്. ഓക്കെ, XA നമുക്ക് 80 കിട്ടി, XB നമുക്ക് 150 കിട്ടി. സോ ഇതിനെ നമ്മൾ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 80 is to 15. സോ ഓപ്ഷൻ ഡി 80 is to 15, അതാണ് നമ്മളുടെ ഓപ്ഷൻ. ഓക്കെ, then next question, if 45 boys from the department B did not donate blood, then the total number of students in the department B is. ഓക്കെ, 45 കുട്ടികൾ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ബി ഇതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് ബോയ്സിന്റെ അമൗണ്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഇവിടെ 45 ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്ത 45 ബോയ്സും തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ബ്ലഡ് തന്നിട്ടുള്ള 75 ആൾക്കാരെ പ്ലസ് ബ്ലഡ് തരാത്ത 45 ആൾക്കാർ. രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക, ഒന്ന് ബ്ലഡ് തന്നിട്ടുള്ള ആൾക്കാർ, ഒന്ന് ബ്ലഡ് തരാത്ത ആൾക്കാർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? ഓക്കെ, 120 ആണ്. ടോട്ടൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 120 ആണ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, പെർസെൻറ്റേജ് ഓഫ് ദ ഗേൾസ് നമുക്ക് 40% തന്നിട്ടുണ്ട്. അവിടുത്തെ 40% ആ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ 40% ഗേൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് 60% ആരാണ്? ബോയ്സ് ആണ്. റിമൈനിങ് 60% ആരാണ്? ബോയ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 120 ബോയ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ. അതായത് 60% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്, 60% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്, അതാണ് ആര്? 120. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 120. ഓക്കെ, ദെൻ നമ്മൾ ടോട്ടൽ സ്റ്റുഡൻസിന് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ 60 by 100 into x which is equal to 120. So then x which is equal to 120 into 100 upon 60. Okay, here 2, then x equal to 200. Okay, അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി? 200 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതാണ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ബി 200. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ഡി 200. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡൊണേറ്റ് ബ്ലഡ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് സി. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് സിയിലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഹിയർ പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് ഡൊണേറ്റിംഗ് ഗേൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 70% ഗേൾസ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ദെൻ റിമൈനിങ് 30% ആരാണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതിൽ 70% ഗേൾസ് ആണെങ്കിൽ റിമൈനിങ് 30% ബോയ്സ് ആണ്. ഓക്കെ, 30% ബോയ്സിൻ്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 39. ദാറ്റ് ഈസ് 30% ഓഫ് ബ്ലഡ് ഡൊണേറ്റഡ് അല്ലെങ്കിൽ ബ്ലഡ് ഡോണേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 39. ദെൻ ബ്ലഡ് ഡോണേഴ്സ് 30 by 100
into x which is equal to 39. Then x which is equal to 39 into 100 by 30. Okay. Here cancel ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ എക്സ് ഈക്വൽ ടു നമുക്ക് 130 എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 130 എന്ന് കിട്ടും. ഈ എക്സ് എന്താണ്? ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നമ്മുടെ ചോദ്യം എന്താ? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡൊണേറ്റ് ബ്ലഡ്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, 130. ഓക്കെ, then option C, 130. Then next question, number of girls in the department A who donated blood is. അതായത് ഡിപ്പാർട്ട്മെന്റ് എയിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഗേൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ 40% ഗേൾസ് ആണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ റിമൈനിങ് 60% ആരായിരിക്കും? റിമൈനിങ് 60% ബോയ്സ് ആയിരിക്കും. സോ അതിൻ്റെ അമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 60% ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് ആരാണ്? ബോയ്സ് ആണ്. അത് 48 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 60% ഓഫ് ബ്ലഡ് ഡൊണേഴ്സ്, 60% ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 48. ദെൻ ബ്ലഡ് ഡൊണേഴ്സിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 60/100 ഇൻറ്റു 48. ദെൻ ടോട്ടൽ ബ്ലഡ് ഡൊണേഴ്സ് എന്ത് വരും ആൻസർ? 48 ഇൻറ്റു 100/60. So here 6 in 48 പ്രാവശ്യം. Then total blood donors in department A which is equal to 80. So 80 number of students ആണ് ഡിപ്പാർട്ട്മെന്റ് എയിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ 40% ആരാണ്? ഗേൾസ് ആണ്. അപ്പോൾ നമ്മൾ 80ൻ്റെ 40% കാണണം. ഓക്കെ, 40% ഓഫ് 80 which is equal to 0 cancel, that is 32. So 32 number of girls ആണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, 32. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ കേസ് ഓൾ ദ ഗേൾസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് എ ഡൊണേറ്റഡ് ബ്ലഡ്, ദെൻ ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് എ ഹു ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഗേൾസും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തിട്ടുള്ള ബോയ്സിന്റെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹിയർ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് 40% ഓഫ് ഓൾ ദ ബ്ലഡ് ഡൊണേറ്റ്സ് വിച്ച് ഈസ് ഗേൾസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ റിമൈനിങ് 60% ആരാണ്? ബോയ്സ് ആണ് വരിക. അതായത് 60% ഓഫ് ബ്ലഡ് ഡൊണേഴ്സ് അതാരാണ്? ബോയ്സ് ആണ് വരിക. ആ എമൗണ്ട് നമുക്ക് 48 എന്ന് തന്നിട്ടുണ്ട്. സോ 60/100 ഇൻറ്റു ബ്ലഡ് ഡൊണേഴ്സിനെ, ടോട്ടൽ ബ്ലഡ് ഡൊണേഴ്സിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 48. ദെൻ എക്സ് ഈക്വൽ ടു 48 ഇൻറ്റു 100/60. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. ഓക്കെ, 80 ആണ് ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റ്സ്. ഓക്കെ, അതിൽ 48 ആരാണ്? ബോയ്സ് ആണ്. സോ ദെൻ 80 minus 48 which is equal to 32. സോ 32 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് ഗേൾസ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എയിലെ എല്ലാ ഗേൾസും ബ്ലഡ് ഡൊണേറ്റ്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 32 എന്ന് പറഞ്ഞിട്ടുള്ളത് 25% ഓഫ്, അതായത് പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് 25 ആണ് ആ ക്ലാസ്സിലുള്ളത്. അതായത് ഈ എല്ലാ കുട്ടികളും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 25% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ 32 ആയിരിക്കും. ഓക്കെ, 25% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 32. അതായത് ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. ദെൻ ക്ലാസ്സിലുള്ള ടോട്ടൽ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. ഓക്കെ, അപ്പോൾ 25% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 32. സോ നമുക്ക് 25/100 ഇൻറ്റു ടോട്ടൽ സ്റ്റുഡൻസിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ XT എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 32. then xt which is equal to 32 into 100/25. ഓക്കെ, നമുക്ക് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ ഹിയർ 32 നമുക്ക് 128 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സിൽ ടോട്ടൽ 128 കുട്ടികളുണ്ട്.
128 കുട്ടികളിൽ നിന്ന് ടോട്ടൽ ഗേൾസിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. ഓക്കെ, 128 ടോട്ടൽ കുട്ടികളാണ്. അതിന് 32 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോട്ടൽ ബോയ്സിനെ കിട്ടും നമുക്ക്. ആൻഡ് ഹിയർ നമുക്ക് ടോട്ടൽ ബ്ലഡ് ഡൊണേറ്റിംഗ് ബോയ്സ് തന്നിട്ടുണ്ട് എത്ര, 48 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന വാല്യൂന്ന് അഗൈൻ നമ്മൾ എന്ത് ചെയ്യുക, 48 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്ത ബോയ്സിനെ കിട്ടും. ഓക്കെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്ത ബോയ്സിനെ കിട്ടും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, 128 എന്ന് പറഞ്ഞത് ടോട്ടൽ സ്റ്റുഡൻസ് ആണ്. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ ഗേൾസിനെ കുറച്ചു. ടോട്ടൽ ഗേൾസിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക, ടോട്ടൽ ബോയ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ടോട്ടൽ ബോയ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ബോയ്സിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്ത ബോയ്സിനെ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 48 എന്ന് വരും ആൻസർ. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ സ്യൂട്ട് ആയിട്ടുള്ള ഓപ്ഷൻ. Okay, 48. Option is 48. So our option is option B. Okay, so for more videos, please subscribe our channel. Thank you.